നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട വേദിയിൽ വീണ്ടും ഭീതിജനകമായ തിരശ്ശീല ഉയരുകയാണ്. ലോകമേറെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടിയെന്ന വാർത്ത സമാധാനത്തിനായുള്ള അവസാന പ്രതീക്ഷകൾ പോലും ചിതറിപ്പോയെന്ന തരത്തിൽ ഒരു വലിയ ഭീതിജനകമായ സന്ദേശമാണ് നൽകുന്നത്. യുദ്ധത്തിന്റെ തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ ഭൂമിയിൽ ഒരു ചെറിയ ആശ്വാസത്തിന്റെ ശ്വാസം പോലും കിട്ടാതെ മനുഷ്യർ വിറങ്ങലിക്കുമ്പോൾ മധ്യസ്ഥതയ്ക്ക് മുന്നോട്ട് വന്ന പാകിസ്ഥാന്റെ ശ്രമവും പരാജയപ്പെട്ടത് ഈ സംഘർഷത്തിന്റെ ഗുരുതരത്വം എത്രമാത്രമാണ് എന്ന് തുറന്നു കാട്ടുകയാണ്. ഇത് വെറും നയതന്ത്ര പരാജയം മാത്രമെന്ന് വിലയിരുത്താൻ കഴിയില്ല. മനുഷ്യകുലത്തിന്റെ മുന്നിലുള്ള ഒരു വലിയ ഭീഷണിയായി കഴിഞ്ഞു പശ്ചിമേഷ്യയിൽ പടർന്നു പിടിക്കുന്ന യുദ്ധം. ചർച്ചാമേശയിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ സമാധാനത്തിന്റെ വാതിലുകൾ അടഞ്ഞു പോകുന്ന ശബ്ദമായി ലോകം കേൾക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ ആക്രമണങ്ങൾക്കും പ്രതികാരത്തിനും വഴിവെക്കുന്ന ഈ അവസ്ഥ യുദ്ധം അവസാനിക്കില്ല എന്ന ഭീതിയെ ശക്തമാക്കുകയാണ്. യുദ്ധം ഒരിക്കൽ ആരംഭിച്ചാൽ അതിന് അവസാനം ഉണ്ടാകുമെന്ന വിശ്വാസം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയതായി ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ ഒരു വഴിത്തിരിവും ഉണ്ടാക്കിയില്ല. വരും ദിവസങ്ങളിൽ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറല്ല എന്ന് ടെഹ്റാൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നാണ് ഇറാന്റെ നിലപാട്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷയുമാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന തർക്ക വിഷയം. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകിയാൽ വെടിനിർത്തൽ പരിഗണിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷമായി ഇല്ലാതെ തുടരുകയാണ്. ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഒരു F-15E യുദ്ധവിമാനവും ഒരു F-35 യുദ്ധവിമാനവുമാണ് വെടിവെച്ചിട്ടതെന്ന് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് വിമാനം തകരുന്നതിന് മുൻപ് പൈലറ്റുമാർ പുറത്തേക്ക് ചാടിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിമാനത്തിൽ നിന്ന് പൈലറ്റുമാർ പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതായും ഇത്തരത്തിൽ രക്ഷപ്പെട്ട US പൈലറ്റുമാർക്കായി ഇറാൻ സൈന്യവും ജനങ്ങളും തിരച്ചിൽ നടത്തി വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ 2 രാജ്യങ്ങൾക്കിടയിലെ സാധാരണ വൈരാഗ്യം മാത്രമല്ല, ഇതിന് പിന്നിൽ വർഷങ്ങളായി വളർന്ന രാഷ്ട്രീയ പിണക്കങ്ങളും ശക്തി പ്രകടനവും ആഗോള സ്വാധീനത്തിനായുള്ള പോരാട്ടത്തിന്റെയും കഥകളുണ്ട്. ഓരോ നീക്കവും ലോക രാഷ്ട്രീയത്തിന്റെ സമതുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് ഈ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം ചുരുങ്ങുന്നില്ല, മറിച്ച് ലോക യുദ്ധഭീതിയുടെ വിത്തുകൾ വിതയ്ക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതോടെ ഇനി ആരാണ് ഈ തീ അണയ്ക്കുക എന്ന ചോദ്യം കൂടുതൽ ശക്തമായി ഉയർന്നു കഴിഞ്ഞു. സമാധാനത്തിനായി മുന്നോട്ട് വരേണ്ട ശക്തികൾ പോലും ഇപ്പോൾ നിശബ്ദരാകുമ്പോൾ യുദ്ധത്തിന്റെ ശബ്ദം മാത്രം ലോകത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഈ നില തുടരുകയാണെങ്കിൽ അത് മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല, ഭാവി തലമുറകളുടെ സുരക്ഷയെയും അനിശ്ചിതത്വത്തിലാക്കും. ഇതൊരു വാർത്ത മാത്രമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു പ്രദേശത്ത് തുടങ്ങിയ തീ ലോകത്തെ മുഴുവൻ വിഴുങ്ങാനുള്ള ശക്തി ഉള്ളതായി കഴിഞ്ഞു എന്നുള്ള വാർത്ത. യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്ന സത്യം നാം പലതവണ പഠിച്ചിട്ടുണ്ടെങ്കിലും അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇന്ന് വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ നാളെയുടെ ലോകം കൂടുതൽ അശാന്തമായിരിക്കുമെന്നത് ഉറപ്പാവുന്നു. അതിനാൽ ഈ സംഘർഷം അവസാനിക്കുമെന്ന പ്രതീക്ഷയേക്കാൾ അത് കൂടുതൽ വ്യാപിക്കുമെന്ന ഭീതിയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സമാധാനത്തിന്റെ വഴികൾ അടഞ്ഞു പോകുമ്പോൾ യുദ്ധത്തിന്റെ വാതിലുകൾ കൂടുതൽ തുറക്കപ്പെടുന്നു. അത് മനുഷ്യകുലത്തിനായുള്ള ഏറ്റവും വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരിക്കാം.